എടുത്തിട്ടില്ലേ? ആ എല്ലാം എടുത്തിട്ടുണ്ട്. എന്നാ പോവാ. വിളിക്കുന്ന രജീഷാണല്ലോ. ഹലോ, ആ രജീഷ, എപ്പോടാ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഐസിയില പൈസയാ? രജീഷിന്റെ അമ്മ പെട്ടെന്ന് തലറങ്ങി വീണ് ആശുപത്രിയിലാവൂല, ഐസിയിലാവൂലോ. എന്തായാലും പൈസ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. പൈസ കൊണ്ട് കൊടുക്ക്. എടാ ഞാൻ വരാം എന്നാലേ. ആ ഏത് ഹോസ്പിറ്റലാ? ആ ഓക്കെ ഞാൻ വരുന്നു. ശരിടാ, ശരി കട്ടായിക്കോ. പൈസ കൊണ്ട് കൊടുക്ക്. നമ്മളെന്താ ചെയ്യപ്പോ? നമ്മളെ കാര്യം എന്തെങ്കിലും ചെയ്യേക്ക. പഠിച്ചോൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കൂല. അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. ഞാൻ വേഗം പോട്ടെട്ടാ. ശരി എന്നാ നീ ഇറങ്ങിക്കോ, ഞാൻ വിളിക്കാട്ടാ. ആ ശരി, വിളിക്കേട്ടാ. ഉമ്മ, ഉപ്പ എന്താ ഇത്രയും സമയത്തും വരാത്ത? ഉപ്പ ഇപ്പൊ വരും കേട്ടാ. ഉമ്മ ഇന്ന് നോമ്പുറക്ക് എപ്പോഴത്തെയും പോലെ തന്നെ ആയിരുന്നില്ലേ? ഉമ്മയല്ലേ പറഞ്ഞ രാവിലെ എന്തെല്ലോ ഉണ്ടാക്കി തരാന്ന്, എന്നിട്ട് എന്താ ഒന്നും ഉണ്ടാക്കി തരാഞ്ഞേ? അത് മോളെ, ഉപ്പാന്റെ കൂട്ടുകാരന്റെ അമ്മക്ക് സുഖമില്ലായിട്ട് പോയോണ്ടല്ലേ ഉപ്പ, അതുകൊണ്ടല്ലേ ഒന്നും ഉണ്ടാക്കാൻ പറ്റാഞ്ഞ ഉമ്മാക്ക്. നാളെ ഇനി ഉമ്മ എന്തായാലും എന്തെല്ലോ കടികൾ ഉണ്ടാക്കി തരാട്ടെ. എന്റെ മക്കൾക്ക് പോലെ തന്നെ ആയിരിക്കും നാളെയും. ഇല്ല, ഉമ്മ എന്തായാലും ഉണ്ടാക്കി തരും കേട്ടാ. പഠിച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഉറക്കം വരുന്നില്ലേ? പോയി കിടന്നുറങ്ങിയാലോ? ഇക്ക, ഒരമ്മക്ക് എന്തുണ്ട്? ഒന്നും പറയണ്ട, കുറച്ച് സീരിയസ് ആയിരുന്നു പഠിച്ചോനെ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. അതെല്ലേ, ഐസിയു തന്നെ ഉള്ളത്. എനിക്കാണെങ്കിൽ പിന്നെ അവനോട് ഒറ്റക്കാക്കിട്ട് പോരാനും തോന്നിയില്ല ഇങ്ങോട്ട്. അതേതായാലും നന്നായി. മക്കളെന്താക്കിയേ? ഇത്രയും നേരം ഉപ്പ വരാത്ത എന്തേലും ചോദിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കേറി കിടന്ന്. നോമ്പുറക്ക് എന്താ പറഞ്ഞേ? എപ്പോഴും ഉള്ള പോലെ തന്നെ എന്നോട് ചോദിച്ച്, ഉമ്മയല്ലേ പറഞ്ഞ എന്തൊക്കെ ആക്കി വെക്കൂ, എന്നിട്ട് ഒന്നും ആക്കിയിട്ടില്ലല്ലാന്ന്. എനിക്കാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാനും പറ്റിയില്ല. എന്റെ അടുത്ത് പൈസയും ഇല്ല, ഞാൻ ഓന് കൊടുത്തില്ല പൈസ. അതേതായാലും കുഴപ്പമില്ല ഇക്ക, നമ്മളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായില്ലേ ഓർക്ക്. പഠിച്ചോനെല്ലാം കാണുന്നുണ്ടല്ലോ. ഓന്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ലാണ്ട് വല്ലാത്ത തത്രപ്പാടിലുള്ളത്. അതെല്ലേ, എനിക്കിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു വഴിയുമില്ല. മറ്റന്നാളെ പെരുന്നാളും ആയില്ലേ. നാളത്തെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക്. ഞാനാണെങ്കിൽ മക്കളോട് പറയുകയും ചെയ്തു നാളെ എന്തെങ്കിലും ഉണ്ടാക്കി തരാന്ന്. എന്ത് ചെയ്യും പഠിച്ചോനെ? കുഴപ്പമില്ല, നമ്മുടെ മക്കളല്ലേ, നമുക്ക് അവരോട് പറഞ്ഞു നിർത്താം. എന്നാലും നമ്മളെ മക്കളെ മാത്രം അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലേ ഇക്ക. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്ക എന്തെങ്കിലും കഴിച്ചാ? ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള കടയിൽ നിന്ന് നോമ്പ് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും എടുത്തരാ വാ.